ഒന്നെങ്കിൽ അവനെ, അല്ലെങ്കിൽ അവളെ. Hey, I've been a bad girl. And now, I know you're gonna make me scream. Smile like you, calm my breath. Felt like you, set a fire. Holding on for only then swallowed my emotions up. You took up the rest to live and said in the way the wish to feel. Pain took away the lightness of soul. Pleasure brought in heaviness to the brain. Sparkle put me in pace. Time stood out of pace. Like a perfect man in the wildest night. Silence was full of moans. My heart was soaking moans. Words to drive with only broken spirit tied up. സോറി സാറേ, ഇന്നിനി ഓട്ടോ ഇല്ല. ഈ രാത്രി ഇങ്ങനെ പറയരുത്. മൈ കാർ ഹാസ് ബ്രോക്കൺ ഡൗൺ. എനിക്ക് വേണ്ടി വൺ മോർ ട്രിപ്പ് പ്ലീസ്. ശരി സാറേ, ഒരു ലാസ്റ്റ് ട്രിപ്പും കൂടി ആയിക്കോട്ടെ. സാർ എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. Can I have a drink? വണ്ടിക്കുള്ളിൽ സമ്മതിക്കാറില്ല സാറേ.
പക്ഷേ ഇതിപ്പോൾ ഓ, ഇതിപ്പോൾ തൻ്റെ ലാസ്റ്റ് ട്രിപ്പാണല്ലോ അല്ലേ? സിപ്പ് എടുക്കുന്നു? വേണ്ട സാറേ, ഇപ്പോൾ വേണ്ട. സാറ് ഇപ്പോഴും പറഞ്ഞില്ല എങ്ങോട്ടാ പോകണ്ടേന്ന്. Unreal city under the brown fog of winter dawn. A crowd flowed over London Bridge. T.S. Eliot, Wasteland. ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. ബീച്ചിലേക്കായാലോ സാറേ? No heaven is easy if you try. No a boundless sky. The people. ജോൺ ലെൻ. സാറ് കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇമാജിൻ. Dreams. Damn dreams. Damn dreams. സാർ എന്താ പ്രശ്നം? Problem? Everything is a problem. My head is like... സാറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ. ചിലപ്പോൾ എനിക്ക് സാറിനെ സഹായിക്കാൻ പറ്റും. താൻ എൻ്റെ പ്രശ്നം. Sometimes a stranger can be of more help than a close friend. സാറേ, കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ഒരുപാട് ആളുകൾ എൻ്റെ ടാക്സി വന്ന് കയറിയിട്ടുണ്ട്. അതൊക്കെ ഓരോ ജീവിതങ്ങളാണ്. അതിൻ്റെ അനുഭവത്തിൽ പറയാം, ചിലപ്പോൾ എനിക്ക് സാറിനെ സഹായിക്കാൻ പറ്റും. Have you heard about Nexus? It's my venture. Mine. ഈ പ്രായത്തിനിടയ്ക്ക് ഒരാൾക്ക് ഏൺ ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. ഭാര്യയും 1.5 വയസ്സുള്ള ഒരു മോളും. പിന്നൊരു അവിഹിതവും. അല്ല സാറേ, ഞാൻ പറഞ്ഞില്ലേ സാറേ എനിക്ക് സാറിനെ സഹായിക്കാൻ പറ്റുന്നു. അതൊക്കെ ഞാൻ നിർത്തിയതാ. എപ്പോ? മോളുണ്ടായ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. Imagine yourself sitting in an office, checking mails, and having a talk with your wife. And you open a mail in which you get a video clip showing your wife having sex with another man. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യാ? എനിക്കിനി ഒന്നേ തീരുമാനിക്കാനുള്ളൂ. ഇതിലൊരൊറ്റ ബുള്ളറ്റേ ഉള്ളൂ.
ഒന്നെങ്കിൽ അവനെ, അല്ലെങ്കിൽ അവളെ. Where is it? Why did you stop the car? സാർ ആ ഡ്രിങ്ക് ഒന്ന് തരുമോ? താനല്ലേ മുമ്പ് വേണ്ടെന്ന് പറഞ്ഞു. താങ്ക്സ്. താങ്ക് യു സാർ. ഇനി ഞാൻ സാറിനോടൊരു കഥ പറയട്ടെ. 16 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ജോലി അന്വേഷിച്ച് നഗരത്തിലെത്തി. പല ജോലികളും ചെയ്ത അയാൾ ഒടുവിൽ ഈ നഗരത്തിൽ നിന്ന് ഒരു ടാക്സിയും വിവാഹത്തിലേക്ക് നീണ്ടൊരു പ്രണയം സ്വന്തമാക്കി. ഒരു കുഞ്ഞില്ല എന്നുള്ളതൊഴിച്ച 12 വർഷക്കാലം അവരേറെ സന്തോഷത്തോടെ ജീവിച്ചു. എന്നും 11 മണിയോടെ ഓട്ടം നിർത്തുന്ന അയാൾ അന്നൊരൽപ്പം നേരത്തെ വീട്ടിലേക്ക് മടങ്ങി. ചാരിയിട്ട തൻ്റെ കിടപ്പുറവാതിലിന് പിറകിൽ അയാൾ കണ്ടത് ആ 12 വർഷത്തെ സ്നേഹം ഇല്ലാതാക്കുന്ന കാഴ്ചയായിരുന്നു. സ്നേഹത്തിൻ്റെ പുറത്ത് അയാളവളെ വെറുതെ വിട്ട് കാണും. ബട്ട് ഐ വോണ്ട് ഡു ദാറ്റ്. ഐ വിൽ കിൽ ദാറ്റ് ഡർട്ടി ബീച്ച്. വാട്ട് ഈസ് ദിസ്? കഥ തീർന്നില്ലല്ലോ സാറേ. അയാളെ വീട്ടിലേക്ക് വീണ്ടും മടങ്ങി. Your makeup, oh damn it doesn't increase your beauty. Your mind is dirty. Gonna shower right on your head, you're fucking flirty. Yeah, you're flirty, I mean it. You don't, damn you don't deserve a forgiveness. Cause you stole my happiness, man. By cheating on me,
by cheating on my love. The God you won't forgive you from above. Now I know why you didn't pick up my call, cause you were busy with the guy. I sat there as a fool. Damn, how could you do this to me? I can't believe. Huh? My heart is slashed, feelings crashed, conscious vast, emotions crashed cause of you. It's cause of you. My hope and dreams are dashed. Now I feel to kill, that fucking gives a thrill. I'm gonna take a still and look at your body and chill. You're such a cheat, my heart got heat. You acted sweet, now stand on your meat, bitch. ഭാര്യയുടെ ജീവൻ പോയിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ അയാൾ ഇനി ജീവിതത്തിലൊന്നും ബാക്കിയില്ലാത്തതുകൊണ്ട് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ച് തൻ്റെ ലാസ്റ്റ് ട്രിപ്പിന് ഒരുങ്ങവേ ആരെ കൊല്ലണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ടാക്സി വന്ന് കയറുന്നു. What the hell is going on? Open the door! Open the door! Where the hell am I? ബുദ്ധിമുട്ടണ്ട സാറേ, പഴയ കാറാ, ഗ്ലാസും ഡോറൊക്കെ ജാമാ, പുറത്തുനിന്നേ തുറക്കാൻ പറ്റുമോ? Please open the bloody door! Open the door! I will kill you! I will kill you, bastard! Open the door! സാറും തെറ്റിയതാണല്ലോ. ആ മോൾക്ക് അതിൻ്റെ അമ്മ വേണം സാറേ. അതുകൊണ്ട് അവരെ കൊല്ലണ്ട, പകരം സാറ് മരിച്ചേക്ക്.